ഹലോ ഫ്രണ്ട്സ്, ഇന്ന് അമ്മ വീട്ടിൽ ഉള്ളൊരു ദിവസമാണ്. പക്ഷെ എന്നാലും അടുക്കള ഭരണം എൻ്റെ കയ്യിൽ തന്നെയാണ് എവറി ടൈം. പിന്നെ ഞാൻ കരുതി മുരിങ്ങയില തോരൻ വെക്കാമെന്ന്. അപ്പം ഞാൻ പറമ്പിൽ പോയിട്ട് കുറേ മുരിങ്ങയില പറിച്ചുകൊണ്ട് വന്ന് ആദ്യത്തെ ആ ഒരു ആവേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് അടർത്തി തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ആവേശമൊക്കെ കെട്ടണഞ്ഞു പോയി. ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ മുരിങ്ങയുടെ ഇല അടർത്തിയെടുക്കുന്നത്. പക്ഷേ ഇന്നെന്തോ എനിക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടിയപ്പോൾ ഞാൻ മുരിങ്ങയില തോരൻ വെക്കാമെന്ന് കരുതി. പക്ഷേ എന്നാലും അത് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ആവേശം കെട്ടണഞ്ഞു പോയി. ഞാൻ ഒന്നും പറയാൻ പോയില്ല, കാരണം ഇതൊക്കെ എൻ്റെ ഐഡിയ ആണെന്ന് കരുതി ഞാൻ സ്വയം സമാധാനിച്ചു. എനിക്കിതിൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ മുരിങ്ങയുടെ കുഞ്ഞില. ഇത് അടർത്തിയെടുക്കാൻ ഭയങ്കര പാടാണ്. എന്നാലും ഞാനതൊക്കെ എങ്ങനെയൊക്കെ അടർത്തിയെടുത്തു. പക്ഷെ കുറേയൊക്കെ ഞാൻ കളഞ്ഞു കേട്ടു. അതിന് റീസൺ മടിയാണ്. മടി എൻ്റെ ഒരു കൂടപ്പറപ്പായതുകൊണ്ട് തന്നെ മുരിങ്ങയുടെ ചെറിയ ചെറിയ ഇലകളൊക്കെ ഞാൻ കളഞ്ഞിട്ട് വലിയ വലിയ ഇലകൾ മാത്രമേ എടുത്തുള്ളൂ. ഇതാ ഞാൻ ഉണക്കമീൻ എടുക്കുക കേട്ടോ. അതിൽ വലിയ ഉണക്കമീനുണ്ട്, അത് ഉണക്കമാന്തലും ഉണ്ട്. പിന്നെ ഇതിൻ്റെ പേര് കുട്ടൻ എന്നാണ്. അപ്പം അതും ഞാൻ എടുത്ത് വെള്ളത്തിലിട്ട് നമുക്ക് അതൊന്ന് കറി വെക്കാതെ കരുതി. കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നാൽ അതിൻ്റെ ഉപ്പൊക്കെ ഇങ്ങനെ പോയി കിട്ടും. അപ്പം അതിന് വേണ്ടി ഞാൻ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഉണക്കമീൻ ഞാൻ ആദ്യം തേങ്ങ അരച്ച് കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഞാൻ വിചാരിച്ചു അതൊക്കെ ഒരു മെനക്കെട്ട് പണിയായതുകൊണ്ട് ഞാൻ മുളകിട്ട് കറി വെക്കാമെന്ന് കരുതി. ഞാൻ മുരിങ്ങയില തോരൻ വെക്കുമ്പോൾ ഇതുപോലെ 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചിടുവേ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടത്തോരനെന്നോ അല്ലെങ്കിൽ മുരിങ്ങയില തോരനെന്നോ പരാമർശിക്കാം. പക്ഷേ എനിക്കിത് ഇഷ്ടമായിട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ കുറേ നേരം എൻ്റെ ഭാവിയെ പറ്റി ഇങ്ങനെ കുറേ നേരം ആലോചിച്ച് നിന്നിട്ടുണ്ടായിരുന്നേ. എന്താണ് ആലോചിച്ചത് എനിക്ക് കൃത്യമായിട്ട് കിട്ടില്ല. പക്ഷേ എന്തൊക്കെ ആലോചിച്ചിട്ടുണ്ടോ സത്യം. അതൊക്കെ പോട്ടെ, അതൊക്കെ ഭാവി കാര്യങ്ങളല്ലേ. ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് സംഭവിക്കുമായിരിക്കും. ഗൈസ്, ഞാൻ എൻ്റെ ഉപ്പിലിട്ട നെല്ലിക്ക ഒന്നും കൂടി എടുത്ത് നോക്കി കേട്ടോ. എൻ്റെ അമ്മ, എൻ്റെ നെല്ലിക്ക പക്ക പാകമായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇന്ന് ഇത്രയൊക്കെ ഉള്ളേ. അപ്പോൾ നാളെ കണക്റ്റ് ബൈ ബൈ, സീ യു.